നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നഴ്സിനെ തിരിച്ചെടുക്കാൻ വിസമ്മതിക്കുന്ന മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. കാസർഗോഡ് ചൂരിയിലെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവിയെ പള്ളിയിൽ അതിക്രമിച്ച് കയറി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഗൂഢാലോചന പ്രത്യേകം അന്വേഷിക്കണമെന്ന് സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് CT സുഹൈബ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം കലക്ടറേറ്റിൽ ചേർന്നു. പാളയം മാർക്കറ്റ് തൊഴിലാളികളുടെ പൈതൃക സ്വത്താണെന്ന് MK രാഘവൻ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടും നഴ്സിനെ തിരിച്ചെടുക്കാൻ വിസമ്മതിക്കുന്ന മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. കഴിഞ്ഞ ദിവസം UDF-ന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ICU-വിൽ പീഡനത്തിനിരയായ യുവതിയെ പിന്തുണച്ചതിന്റെ പേരിൽ സ്ഥലംമാറ്റ നടപടി നേരിട്ട സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് UDYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി T മൊയ്തീൻ കോയ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് R ഷഹീൻ, DCC സെക്രട്ടറി ദിനേശ് പെരുമണ്ണ, M ഷിബു, ഷഫീഖ് കരക്കിണർ, A ഷിജിത്ത് ഖാൻ, KC പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപരോധ സമരം നീണ്ടതോടെ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. PB അനിതയെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്ന് UDYF നേതാക്കൾ അറിയിച്ചു. അനിതയുടെ പ്രതിഷേധം 4ാം ദിവസത്തെ സമരം KK രമ MLA ഉദ്ഘാടനം ചെയ്തു. DCC മുൻ പ്രസിഡന്റ് KC അബു, ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി K പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാസർഗോഡ് ചൂരിയിലെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവിയെ പള്ളിയിൽ അതിക്രമിച്ച് കയറി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഗൂഢാലോചന പ്രത്യേകം അന്വേഷിക്കണമെന്ന് സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് CT സുഹൈബ്. സംഭവത്തിലെ അന്വേഷണ അപാകതയെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരണം ഇതൊരു ഇലക്ഷൻ മുൻനിർത്തിയിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സമ്മർദ്ദത്തെ മറികടക്കാനുള്ള ഒരു അപ്പീലിന്റെ ഒരു ശ്രമം ആയി മാറാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിന് ഇതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന പ്രത്യേകമായി അന്വേഷിക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ റിപ്പോർട്ടിൽ ഇല്ലാത്തതുകൊണ്ട് പോലീസ് അന്വേഷണത്തിലുള്ള വീഴ്ചയാണ് ഈ പ്രതികൾ വെറുതെ വിടപ്പെടാനുള്ള ഒരു കാരണമായി മാറിയിട്ടുള്ളത്. റിയാസ് മൗലവി കൊല്ലപ്പെട്ട ദിവസം തന്നെ സംഘപരിവാർ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും CT സുഹൈബ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. സംഭവം നടക്കുന്നതിന്റെ 3 ദിവസം മുൻപ് കർണാടകയിലെ BJP നേതാവ് നളിൻ കുമാർ കട്ടീൽ പ്രദേശത്ത് വിദ്വേഷ പ്രസംഗം നടത്തിയതും പോലീസ് ഗൗരവത്തിലെടുത്തില്ല. റിമാൻഡ് റിപ്പോർട്ടിലെ അപാകതകൾ പരിഹരിക്കുക, പ്രതികൾക്കെതിരെ UAPA ചുമത്തുക, കൊലപാതകത്തിനുള്ള പ്രേരണ അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങളും കമ്മിറ്റി ഉന്നയിച്ചുവരുന്നുവെങ്കിലും പോലീസ് പരിഗണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ 3 ദിവസം മുമ്പ്
BJP നേതാവ്, കർണാടകയിൽ നിന്നുള്ള BJP നേതാവ് അനിൽകുമാർ കട്ടീൽ കാസർഗോഡ് വരികയും വിദ്വേഷജനകമായ പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഘപരിവാറിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം, അതിലേക്കുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതിലെ ഈ പ്രതികൾ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമൊന്നും പോലീസ് റിപ്പോർട്ടിലില്ല. അവരുടെ അന്വേഷണത്തിൽ അത് വന്നിട്ടില്ല. കോടതികൾ സംഘപരിവാറിനാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്ന് ഗൗരവമായി അന്വേഷിക്കണമെന്നും സോളിഡാരിറ്റി നേതാക്കളായ തൻസീർ ലത്തീഫ്, PT സ്വാലിഹ്, അസ്ലം അലി എന്നിവർ ആവശ്യപ്പെട്ടു. ഈ രീതിയിൽ ഒരു സ്വാഭാവികമായ ഒരു അപ്പീൽ നടപടിക്രമത്തിനപ്പുറം ഇതില് പ്രധാനമായി 2 ഡിമാൻഡുകളാണ് നമുക്ക് മുന്നിൽ വെക്കാനുള്ളത്. ഒന്ന്, ഇതിലുള്ള ഗൂഢാലോചന പ്രത്യേകമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്, പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ അന്വേഷണത്തിൽ. അത് സർക്കാർ സമ്മതിക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി വീണ്ടും അതിനെ നിഷേധിച്ചിട്ടുണ്ട് നമുക്കറിയാം. അത് സർക്കാർ സമ്മതിക്കുകയും ഇതിലെ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുകയും വേണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം കലക്ടറേറ്റിൽ നടന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. കോഴിക്കോട്, വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്ത ശേഷം നിരീക്ഷകർ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു. കുറ്റമറ്റ രീതിയിലാണ് ക്രമീകരണങ്ങൾ മുന്നോട്ടു പോകുന്നത്. വരും ദിവസങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളും പോലീസ് സ്റ്റേഷനുകളും നേരിൽ സന്ദർശിക്കുമെന്ന് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന അവലോകന യോഗത്തിൽ ഡോക്ടർ സുമീത് K. ജാറങ്കൽ പറഞ്ഞു. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളിൽ നിന്നും 3 നിരീക്ഷകർ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് നേരിൽ പരാതികൾ സ്വീകരിക്കും. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഇഫാത്ത് അറ കോഴിക്കോട് മണ്ഡലത്തിലെ പരാതികൾ രാവിലെ 10നും 11നും ഇടയിൽ സ്വീകരിക്കും. ഡോക്ടർ ജാറങ്കൽ വടകര മണ്ഡലത്തിലെ പരാതികൾ വൈകിട്ട് 3 മുതൽ 5 വരെയും ഡോക്ടർ മീണ കോഴിക്കോട് മണ്ഡലത്തിലെ പരാതികൾ വൈകിട്ട് 6 മുതൽ 7 വരെയും സ്വീകരിക്കും. We will work as a team and we observe. Say that always in every step of election we have to go through the various. പൊതുനിരീക്ഷകരായ ഇഫാത്ത് അറ, ഡോക്ടർ സുമീത് K. ജാറങ്കൽ, പോലീസ് നിരീക്ഷകരായ അശോക് കുമാർ സിംഗ്, ഡോക്ടർ ഭൻവർലാൽ മീണ എന്നിവരാണ് വ്യാഴാഴ്ച എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വടകര മണ്ഡലം BSP സ്ഥാനാർത്ഥി E. പവിത്രൻ പത്രിക സമർപ്പിച്ചു. ADMK അജീഷിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ച കഴിഞ്ഞതോടെ ജില്ലയിൽ 2 സീറ്റുകളിലായി ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ആകെ പത്രിക നൽകിയത് 29 പേരാണ്. കോഴിക്കോട് മണ്ഡലത്തിലേക്ക് 15 പേരും വടകര മണ്ഡലത്തിലേക്ക് 14 പേരുമാണ് പത്രിക നൽകിയത്. അവസാന ദിവസം വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് 10 പേരും കോഴിക്കോട്ടേക്ക് 7 പേരും പത്രിക നൽകി. പത്രിക നൽകുന്നതിന്റെ അവസാന ദിവസം വടകര ലോക്സഭാ മണ്ഡലം BSP സ്ഥാനാർത്ഥി പവിത്രൻ E. ADMK അജീഷ് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഭരണഘടനയോട് താൻ യഥാർത്ഥമായി വിശ്വാസം ഓരോ ഡോക്ടറിനും ഇന്ത്യയുടെ പരമാവധി അണ്ടത് ഞാൻ നിലനിൽക്കുമെന്ന് ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCAക്ക് സമീപം കണ്ണൂർ റോഡ്, കോഴിക്കോട്. The Chennai Silks. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCAക്ക് സമീപം കണ്ണൂർ റോഡ്, കോഴിക്കോട്. The Chennai Silks. വാർത്തകൾ തുടരുന്നു. പാളയം മാർക്കറ്റ് തൊഴിലാളികളുടെ പൈതൃക സ്വത്താണെന്ന് MK രാഘവൻ MP. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മാർക്കറ്റിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു UDF സ്ഥാനാർത്ഥി MK രാഘവൻ. പാളയത്തെയോ ഇവിടുത്തെ ജീവിതത്തെയോ അറിയാത്തവരാണ് തൊഴിലാളി വിരുദ്ധ നിലപാടുകളുമായി രംഗത്തെത്തുന്നതെന്നും 500ഓളം വരുന്ന വ്യാപാരികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന നടപടി ഒരിക്കലും അനുവദിക്കില്ലെന്നും പാളയത്തു സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സ്ഥാനാർത്ഥി MK രാഘവൻ പറഞ്ഞു.
മാർക്കറ്റ് പാളയത്ത് തന്നെ തുടരണമെന്ന ആവശ്യമാണ് തൊഴിലാളികൾ തന്നോട് പറഞ്ഞത്. അതിനുവേണ്ടി ഒരു MP എന്ന നിലയിൽ മനുഷ്യസഹജമായ എല്ലാ ശ്രമങ്ങളും നടത്തിയതിന്റെ ഫലമാണ് നമ്മൾ നേടിയ വിജയമെന്നും MK രാഘവൻ കൂട്ടിച്ചേർത്തു. നാസിക് ഡോൾ ഉൾപ്പെടെയുള്ള വാദ്യഘോഷങ്ങളും മുദ്രാവാക്യങ്ങളുമായി പ്രകടനത്തോടെയാണ് MK രാഘവനെ തൊഴിലാളികൾ സ്വീകരിച്ചത്. പാളയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വരവേൽപ്പ് പ്രകടനം MM അലി റോഡിലൂടെ പാളയം മാർക്കറ്റിൽ പ്രവേശിച്ചു. തുടർന്ന് ഓരോ കടകളിലും കയറിയിറങ്ങിയാണ് സ്ഥാനാർത്ഥി സ്വീകരണ വേദിയിൽ എത്തിയത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രപതി ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കുന്നത് ഏത് കക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ MP-മാരുള്ളത് അവരെയാണ് വിളിക്കുക. 543 സീറ്റുകളുണ്ട് ലോക്സഭയിൽ. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും 543 സീറ്റുകൾ മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും BJPയെ ആർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുക? ഒന്നിൽ പഠിക്കുന്ന കുട്ടിക്കും അറിയുന്ന ഏക ഉത്തരം അത് കോൺഗ്രസിന് മാത്രമേ കഴിഞ്ഞ എല്ലാവർക്കും അറിയൂ. പക്ഷേ ഇവിടെ BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുണ്ട്. 28 കക്ഷികൾ കൂടുതലാണ് ഇന്ത്യ മുന്നണി. അതിൽ ചേരാത്ത ലോകത്തിൽ ഒറ്റ പാർട്ടിയേ ഉള്ളൂ, അത് CPM ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് ഉദ്ഘാടനം ചെയ്തു. AC ഗഫൂർ അധ്യക്ഷനായിരുന്നു. UDF നേതാക്കളായ അഡ്വക്കേറ്റ് PM നിയാസ്, NC അബൂബക്കർ, ഹാഷിം മനോളി, ഖാദർ മാസ്റ്റർ, സാക്കിർ കിണാശ്ശേരി, സുബൈർ മാങ്കാവ് തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിശുദ്ധ റമദാനിൽ നിസ്കാര തൊപ്പികളുടെ വിപണിയും ഉണർന്നു. റമദാനിൽ തൊപ്പി ധരിക്കുന്നത് ഇരട്ടി പ്രതിഫലം നൽകുമെന്നാണ് വിശ്വാസം. രൂപത്തിലും നിറത്തിലും വൈവിധ്യമുള്ള തൊപ്പികൾ ഇസ്ലാം മതവിശ്വാസികളുടെ ആത്മീയ ചടങ്ങുകളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിസ്കാര തൊപ്പികൾ പല വർണ്ണത്തിലും ആകൃതിയിലും ഡിസൈനിലുമുണ്ട്. ചൈന തൊപ്പി, മലേഷ്യ തൊപ്പി, സൂഫി ക്യാപ്പ്, യമനി തൊപ്പി, ഒമാനി ക്യാപ്പ് എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊപ്പികളാണിവ. തുണിയുടെയും വർക്കിന്റെയും ഗുണമനുസരിച്ച് വിലയും കൂടും. അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൊപ്പി ആവശ്യക്കാർ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പല ആളുകളും ഇഷ്ടംപോലെ റമദാൻ പ്രമാണിച്ച് ഇവിടെ വരികയാണ്. യമനി, ഒമാനി, മലേഷ്യ, ചൈന തുടങ്ങിയ വിവിധ കമ്പനികളുടെ തൊപ്പികളാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യുന്നത്. 50 രൂപ മുതൽ 1500 രൂപ വരെയുള്ള തൊപ്പികൾ വിപണിയിലുണ്ട്. മുഹമ്മദ് അലി ജിന്ന തൊപ്പിയും സമദാനി തൊപ്പിയും തൊപ്പിക്കൂട്ടത്തിലുണ്ട്. വിലക്കുറവുള്ള ചൈന തൊപ്പികളോടൊപ്പം തുർക്കി, യമനി തൊപ്പികൾക്കും ആവശ്യക്കാർ ഏറെയാണ്. സാധാരണ കണ്ടുവരാറുള്ള കേരളത്തിന്റെ തൊപ്പിയും വിപണിയിലുണ്ട്. തൊപ്പിയിൽ പ്രായവ്യത്യാസങ്ങളില്ല. എല്ലാ വിശ്വാസികൾക്കും പ്രാർത്ഥനയിലും അല്ലാതെയും തൊപ്പികൾ അനിവാര്യമാണ്. കേരളത്തിന്റെ തൊപ്പിയേക്കാൾ വിദേശത്തു നിന്നും വരുന്ന തൊപ്പിക്കാണ് ആവശ്യക്കാർ കൂടുതൽ. മുടി മറയ്ക്കുക എന്ന സത്കർമ്മമാണ് തൊപ്പി ധരിക്കുന്നതിലൂടെ ഇസ്ലാം മതവിശ്വാസികൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളിൽ മനസ്സും ശരീരവും ലയിക്കുന്ന റമദാനിൽ തൊപ്പിക്കും നല്ല ഡിമാൻഡാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാരാമിലിറ്ററി ഫോഴ്സ് എക്സ് സർവീസ്മെൻ ജില്ലാ സമ്മേളനം ഏപ്രിൽ 9 നളന്തയിൽ നടക്കും. അംഗങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കുന്നില്ലെന്നാണ് സംഘടനകൾ സൂചിപ്പിച്ചത്. 2004 പാർലമെന്റ് അംഗീകരിച്ചതാണ് ആർമഡ് ഫോഴ്സായിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലുള്ള CRPF, BSF, CISF, ITBP, AR എന്നീ ഫോഴ്സിന് പാർലമെന്റ് അംഗീകരിച്ച് 2004 നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതാണ്. 2005 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവ് ഇറക്കിയത്. പക്ഷെ എന്തോ നമ്മൾ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ സർക്കാരിന്റെ വേദനകരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളാൽ എല്ലാ സ്ഥലത്തും നമ്മൾ തഴയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശസേവനം ചെയ്ത് വിരമിച്ചതിനു ശേഷം പല അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി പേർ ഞങ്ങളുടെ സംഘടനയിലുണ്ട്. അവർക്ക് വേണ്ട വിധം ചികിത്സ ലഭിക്കുന്നതിനായി CGHSന്റെ ആനുകൂല്യം പൂർണ്ണമായി ലഭിക്കുന്നില്ല. ഇതോടനുബന്ധിച്ച് ഞങ്ങൾ നവകേരള സദസ്സിൽ കേരളത്തിലെ മുഴുവൻ സഹകരണ ഹോസ്പിറ്റലുകളും CGHSന്റെ പരിധിയിൽ കിട്ടാൻ വേണ്ടി നിവേദനം സമർപ്പിച്ചെങ്കിലും മറുപടി നിരാശാജനകമായിരുന്നു. ഡിഫൻസിന് ജില്ലാ തലത്തിൽ സൈനികക്ഷേമ ഓഫീസ് ഉള്ളതുപോലെ അർദ്ധസൈനിക വിഭാഗത്തിനും പ്രത്യേക അർദ്ധസൈനിക ബോർഡ് നിലവിൽ വരണം. ഡ്യൂട്ടിയിൽ നിന്ന് മരണപ്പെട്ട സൈനികരുടെ കുടുംബത്തിന് ജോലി സാധ്യതയോ ആനുകൂല്യമോ പൂർണ്ണമായും ലഭിക്കുന്നില്ല. അതുപോലെ വിരമിച്ച ഉദ്യോഗസ്ഥർക്കും രണ്ടാമത് ജോലി ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നേരിടുന്നു.
പ്രത്യേക സായുധ സേന സർവീസ് പെൻഷൻ റൂൾ, ഒരു റാങ്കിന് ഒരു പെൻഷൻ, പുതിയ പെൻഷൻ റൂൾ ഒഴിവാക്കി പഴയ പെൻഷൻ റൂൾ പുനഃസ്ഥാപിക്കുക, നിലവിൽ അർദ്ധസൈനിക വിഭാഗത്തിന് അനുവദിച്ചു കിട്ടിയ GLMS പദ്ധതിയിൽ CISFനെ കൂടി ഉൾപ്പെടുത്തുക എന്നിവയാണ് സംഘടനയുടെ പ്രധാന ആവശ്യങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ജനാർദ്ദനൻ നായർ, ജില്ലാ സെക്രട്ടറി ഷീബ KP, സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ തരുളി, വടകര താലൂക്ക് കൺവീനറും പ്രോഗ്രാം കോർഡിനേറ്ററുമായ പ്രഭാകരൻ നമ്പ്യാർ, ജോയിന്റ് സെക്രട്ടറി ഗോപി പറമ്പത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCA സമീപം കണ്ണൂർ റോഡ് കോഴിക്കോട്. The Chennai Silks. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വടക്കില്ലത്ത് പരദേവതാ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾക്ക് തുടക്കമായി. ഏപ്രിൽ 9, 10 തീയതികളിലാണ് പ്രതിഷ്ഠാ ദിനവും താലപ്പൊലി മഹോത്സവവും. നടക്കാവ് രാരിച്ചൻ റോഡ് ശ്രീ വടക്കില്ലത്ത് പരദേവതാ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും താലപ്പൊലി മഹോത്സവത്തിനും തുടക്കമായി. ഏപ്രിൽ 9, 10 തീയതികളിലായി നടക്കുന്ന പ്രതിഷ്ഠാ ദിനവും താലപ്പൊലി മഹോത്സവത്തിനും കൊടിയേറി. ക്ഷേത്രം കാരണവർ വടാശ്ശേരി രാജൻ, വടാശ്ശേരി ദിനേശൻ, വടാശ്ശേരി മനോജ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറി. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി വിജയകുമാർ നങ്ങേത്ത്, ട്രഷറർ രമേശ് ബാബു, ഉത്സവ കമ്മിറ്റി ചെയർമാൻ P. പ്രേമരാജൻ, കൺവീനർ വിപിൻ ചന്ദ് K, രക്ഷാധികാരി KV മൃദുൽകുമാർ തുടങ്ങിയ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഏപ്രിൽ 9 ചൊവ്വാഴ്ച പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കാലത്ത് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് വൈകിട്ട് കാവുണർത്തൽ, അതിനുശേഷം പ്രദേശത്തെ കലാകാരികളുടെ നൃത്യങ്ങളും രാത്രി 9 മണിക്ക് കൊല്ലം വിളിയം ജീവ എന്റർടൈനേഴ്സ് അവതരിപ്പിക്കുന്ന പുണ്യപുരാണ ഡാൻസ്, ഡ്രാമ, പാണ്ഡവേയം എന്നിവ അരങ്ങേറും. 10 കാലത്ത് കലശം എഴുന്നള്ളത്ത് തായാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് പ്രസാദ ഊട്ട്, തിരുഉടയാട, ആഘോഷവരവ്, താലപ്പൊലി, തുടർന്ന് രാത്രി 9 മണിക്ക് സെപ്റ്റക് മ്യൂസിക് ബാൻഡ് കാലിക്കറ്റിന്റെ മെഗാ ഗാനമേളയും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സവാക്ക് ഏർപ്പെടുത്തിയ പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരം സംവിധായകൻ ഹരിഹരന് 25,000 രൂപയും മെമന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മെയ് 6 MT വാസുദേവൻ നായർ സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സിനിമാ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ ആളുകൾക്കുള്ള ഒരു പുരസ്കാരം ഈ വർഷം മുതൽ സവാക്ക് എന്ന ഈ സംഘടന ആരംഭിക്കുകയാണ്. അതിന്റെ പ്രഥമ പുരസ്കാരം മൺമറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ സ്വന്തം മാമുക്കയുടെ പേരിൽ ആണ് നൽകുന്നത്. ഹരിഹരൻ സാറിനാണ് ഈ പുരസ്കാരം നൽകുന്നത്. 25,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും അടങ്ങുന്ന ഈ ഒരു പുരസ്കാരം നൽകുന്നത് കോഴിക്കോടിന്റെ സ്വന്തം തിരക്കഥാകൃത്ത് MT വാസുദേവൻ നായർ ആണ്. കലാകാരന്മാരുടെ സംഘടനയായ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്ക് നടൻ മാമുക്കോയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സിനിമാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരം പ്രശസ്ത സംവിധായകൻ ഹരിഹരന് നൽകും. 25,000 രൂപയും പ്രശസ്തി പത്രവും മെമന്റോയും അടങ്ങിയ പുരസ്കാരം മെയ് 6 വൈകിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിദ്ധ തിരക്കഥാകൃത്ത് MT വാസുദേവൻ നായർ സമർപ്പിക്കുമെന്ന് ജനറൽ സെക്രട്ടറി റഫീഖ് റാസ, ട്രഷറർ അബ്ദുള്ള കോയ, വൈസ് പ്രസിഡന്റ് രശ്മി തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊരിവെയിലിൽ വലഞ്ഞുവരുന്ന യാത്രക്കാർക്ക് ദാഹമകറ്റാൻ ഇത്തവണയും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. ദാഹിക്കുന്നവർക്ക് ദാഹം മാറുവോളം തണുത്ത സംഭാരം കുടിക്കാം. 15 വർഷത്തിലേക്ക് കടക്കുകയാണ് ബാങ്കിന്റെ ഈ സൽപ്രവൃത്തി.
വേനൽ ചൂടിൽ നഗരത്തിലെത്തുന്നവർക്ക് ആശ്വാസമായി എല്ലാ വർഷവും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്ന സൗജന്യ സംഭാര വിതരണം ഇത്തവണയും ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ സിറ്റി ബാങ്ക് ബ്രാഞ്ച് പരിസരത്ത് വെച്ച് ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളിലെന്ന പോലെ വേനൽ അവസാനം വരെ ദിവസവും 5000 പാക്കറ്റ് വീതം മിൽമയുടെ സംഭാരം വിതരണം ചെയ്യാനാണ് ബാങ്ക് തീരുമാനിച്ചതെന്നും ഇത് വേനൽ അവസാനം വരെ തുടരുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 15 വർഷമായി ബാങ്ക് ഈ സേവനം നടത്തി വരുന്നുണ്ട്. ഉദ്ഘാടന പരിപാടിയിൽ ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് ടി.എം. വേലായുധൻ, എ. ശ്രീനിവാസൻ, പി. എ. ജയപ്രകാശ്, അഡ്വക്കേറ്റ് എ. ശിവദാസ്, എ. അബ്ദുൾ അസീസ്, കെ. ടി. ബീരാൻകോയ, ഷിംന P.S., ജനറൽ മാനേജർ സാജു ജെയിംസ്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാകേഷ് കെ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മാത്തോട്ടം ഹരിത റെസിഡൻസ് അസോസിയേഷൻ സൗഹൃദ നോമ്പ് തുറ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് കെ. ഹാരിസ്, സെക്രട്ടറി സെബാസ്റ്റ്യൻ ഡെന്നി, മെഹ്റൂഫ്, ഷിബിൻ, ഫിറോസ്, സമീർ, സുരൻ, റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ഉദ്ഘാടനവും ഇഫ്താറിന്റെ ഭാഗമായി നടന്നു. കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസ് മുൻ ഉദ്യോഗസ്ഥനായ റസാഖ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സേവനം ചെയ്യുന്ന മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ സന്നദ്ധ സംഘടനയാണ് സഹായി വാദിസലാം. സൗജന്യ ഭക്ഷണ വിതരണം, മരുന്ന് വിതരണം, വളണ്ടിയർ സേവനം, രക്തദാനം തുടങ്ങിയ വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തിവരുന്നത്. വിശുദ്ധ റമദാനിൽ 2000-ഓളം ആളുകൾക്ക് എല്ലാ ദിവസവും നോമ്പുതുറയും ഇഫ്താറും അത്താഴവും സംഘടന നൽകി വരുന്നു. SYS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സാന്ത്വന സംരംഭമാണ് സഹായി വാദിസലാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നഴ്സിനെ തിരിച്ചെടുക്കാൻ വിസമ്മതിക്കുന്ന മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. കാസർഗോഡ് ചൂരിയിലെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവിയെ പള്ളിയിൽ അതിക്രമിച്ച് കയറി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഗൂഢാലോചന പ്രത്യേകം അന്വേഷിക്കണമെന്ന് സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് CT സുഹൈബ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം കലക്ടറേറ്റിൽ ചേർന്നു. പാളയം മാർക്കറ്റ് തൊഴിലാളികളുടെ പൈതൃക സ്വത്താണെന്ന് MK രാഘവൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.